അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സാമൂഹിക നന്മയ്ക്കും കുടുംബഭദ്രതയ്ക്കും വ്യക്തിവിശുദ്ധിക്കും വേണ്ടി ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒന്നാണ് പരസ്ത്രീ പുരുഷബന്ധം. ഇന്ന് സമൂഹത്തിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണിത്. അന്യസ്ത്രീയെ പുരുഷൻ സ്പർശിക്കുന്നതും അന്യപുരുഷനെ സ്ത്രീ സ്പർശിക്കുന്നതും ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. അപ്രകാരം അന്യസ്ത്രീയും അന്യപുരുഷനും ഒറ്റക്കാകുന്നതും ഇസ്ലാം കർശനമായി വിരോധിച്ചിട്ടുമുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് പല മുസ്ലിം പുരുഷന്മാർക്കും പരസ്ത്രീകൾ ആരൊക്കെയാണെന്നോ പല മുസ്ലിം സ്ത്രീകൾക്കും പരപുരുഷന്മാർ ആരൊക്കെയാണെന്നോ അറിയില്ല. സത്യവിശ്വാസിക്ക് മഹറം ആയവരോടല്ലാതെ ഇടകലരാവതല്ല. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് തനിക്ക് മഹറമായിട്ടുള്ളവരെന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു പുരുഷന് 3 വിഭാഗം ആളുകളിലൂടെയാണ് മഹറമായ ആളുകളെ ലഭിക്കുക. അതിൽ 1 രക്തബന്ധം, 2 മുലകുടി ബന്ധം, 3 വിവാഹബന്ധം. വിവാഹബന്ധത്തിലൂടെ പുരുഷന് മഹറം ആയിട്ടുള്ള ചിലരെക്കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. അതിലൊന്നാമത്തേത് അസുലു സൗജ അഥവാ ഭാര്യയുടെ മാതാവ്. ഭാര്യയുടെ മാതാവിൻ്റെ മാതാവ്, ഭാര്യയുടെ പിതാവിൻ്റെ മാതാവ് എന്നിങ്ങനെ മുകളിലേക്കും ഈ നിയമം ബാധകമാണ്. ഭാര്യയുടെ മരണശേഷമോ ഭാര്യയെ വിവാഹമോചനം നടത്തിയ ശേഷമോ ആയാലും ഭാര്യാമാതാവിനെ വിവാഹം കഴിക്കാൻ പാടില്ല. ഭാര്യയുമായി ലൈംഗിക ബന്ധം നടന്നിട്ടില്ലെങ്കിലും ഭാര്യയുടെ മാതാക്കൾ നിഷിദ്ധം തന്നെയാണ്. ഇക്കാര്യം തുഹ്ഫ വോള്യം 7 പേജ് 302. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവളുടെ ഉമ്മ അയാൾക്ക് മഹറമാണ്. അയാളുടെ ഭാര്യയെ ത്വലാഖ് ചൊല്ലുകയോ അല്ലെങ്കിൽ അവൾ മരണപ്പെടുകയോ ചെയ്താലും അവളുടെ ഉമ്മ അയാൾക്ക് മഹറം തന്നെയാണ്. അയാൾ ഭാര്യയെ ത്വലാഖ് ചൊല്ലിയാൽ അവൾക്ക് പിന്നെ അയാളുടെ മുന്നിൽ വരാൻ പൂർണ്ണ ഹിജാബ് വേണം. എന്നാൽ അവളുടെ ഉമ്മയ്ക്ക് പൂർണ്ണ ഹിജാബില്ലാതെ തന്നെ അയാളുടെ മുന്നിൽ വരാവുന്നതാണ്. അതുപോലെ തന്നെ അവളുടെ ഉമ്മയ്ക്ക് അയാളുടെ കൂടെ തനിച്ച് യാത്ര ചെയ്യലും അനുവദനീയമാണ്. കാരണം ആ ഉമ്മ അയാൾക്ക് മഹറമാണ്. എന്നാൽ തൻ്റെ ഭാര്യയുടെ ഉമ്മ അല്ലാത്ത ഭാര്യാപിതാവിൻ്റെ മറ്റു ഭാര്യമാർ മഹറമാവുകയില്ല. അവരെ കാണാനോ തൊടാനോ മറ്റോ പാടുള്ളതല്ല എന്ന കാര്യം പ്രത്യേകം അറിയേണ്ടതാണ്. 2 ഫസുലു സൗജ ഭാര്യയുടെ മക്കൾ. ഭാര്യമാർക്ക് മുൻവിവാഹത്തിൽ ജനിച്ച പെൺമക്കൾ, അതുപോലെ ഭാര്യയുടെ മക്കളുടെ മക്കൾ. ഓർക്കുക, ഒരു സ്ത്രീയെ ഒരാൾ വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് മാത്രം അവളുടെ മുൻവിവാഹത്തിൽ ജനിച്ച മകൾ നിഷിദ്ധമാവുകയില്ല. ഭാര്യയുമായി ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവർ നിഷിദ്ധമാവുകയുള്ളൂ. ലൈംഗിക ബന്ധം നടന്ന ശേഷം ഭാര്യ മരിച്ചാലും ഈ നിയമം പാലിക്കപ്പെടേണ്ടതാണ്. ലൈംഗിക ബന്ധത്തിന് മുൻപായി അവൾ മരണപ്പെടുകയോ വിവാഹമോചനം ചെയ്യപ്പെടുകയോ ചെയ്താൽ പിന്നീട് ആ സ്ത്രീയുടെ മകളെ അവന് വേണമെങ്കിൽ വിവാഹം കഴിക്കാം എന്നാണ് നിയമം. 3 സൗജത്തു ഫസിൽ പുത്രന്മാരുടെ ഭാര്യമാർ. മകൻ അവരെ വിവാഹമോചനം നടത്തുകയോ മകൻ മരണപ്പെടുകയോ ചെയ്ത ശേഷമാണെങ്കിലും അവരെ വിവാഹം കഴിക്കുന്നത് പിതാക്കൾക്ക് നിഷിദ്ധമാണ്. പുത്രന്മാർ എന്ന വാക്കിൽ പൗത്രന്മാരും ഉൾപ്പെടും എന്ന തിരിച്ചറിവ് നല്ലതാണ്. 4 സൗജത്തു അസുൽ അഥവാ പിതാവ് വിവാഹം കഴിച്ച സ്ത്രീകൾ. പിതാവ് വിവാഹം കഴിച്ച മറ്റു സ്ത്രീകളെ മക്കൾക്ക് വിവാഹം കഴിക്കാൻ പാടുള്ളതല്ല. പിതാവ് അവരെ വിവാഹമോചനം നടത്തുകയോ പിതാവ് മരണപ്പെടുകയോ ചെയ്ത ശേഷമാണെങ്കിലും അവരെ വിവാഹം കഴിക്കുന്നത് മക്കൾക്ക് നിഷിദ്ധമാണ്. ശ്രദ്ധിക്കണം, ഭാര്യയുടെ മാതാവും പുത്രന്മാരുടെ ഭാര്യമാരും പിതാവിൻ്റെ ഭാര്യമാരും നിക്കാഹിൻ്റെ കരാറോടെ തന്നെ മഹറമാകും. എന്നാൽ ഭാര്യയുടെ പെൺമക്കൾ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധത്തിനു ശേഷമേ മഹറമാവുകയുള്ളൂ എന്ന കാര്യം വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതും ആണ്. 5 2 സഹോദരികളെ ഒരുമിച്ച് വിവാഹം കഴിക്കൽ. 2 സഹോദരിമാരെ ഒന്നിച്ച് വിവാഹം ചെയ്യുകയോ ഒരുവൾ വിവാഹത്തിലിരിക്കെ മറ്റവളെ കൂടി വിവാഹം കഴിക്കുകയോ ചെയ്യുക പാടുള്ളതല്ല.
അതുപോലെ ഒരു സ്ത്രീയെയും അവളുടെ മാതൃ സഹോദരിയെയും ഒരു സ്ത്രീയെയും അവളുടെ സഹോദരി പുത്രിയെയും ഒരുമിച്ച് കൂട്ടുവാൻ പാടില്ലെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വയുഹറമു ജംഉൽ മർഅതി വ ഉഖ്തിഹാ ഔ അമ്മതിഹാ ഔ ഖാലതിഹാ മിൻ റളാഇൻ ഔ നസബിൻ തുഹ്ഫ വോള്യം 7 പേജ് 307. അഥവാ ഒരു സ്ത്രീയെയും അവളുടെ അടുത്ത ബന്ധത്തിൽപ്പെട്ട മറ്റൊരു സ്ത്രീയെയും ഒരവസരത്തിൽ ഭാര്യമാരാക്കി വെക്കൽ അനുവദനീയം അല്ല. ഈ പറഞ്ഞ അടുത്ത ബന്ധമെന്നാൽ രണ്ടിലൊരു സ്ത്രീയെ പുരുഷനായി സങ്കല്പിച്ചാൽ അവർ തമ്മിൽ വിവാഹം നിഷിദ്ധമാകും എന്നതാണ്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, രണ്ട് സ്ത്രീകൾക്കിടയിൽ ബന്ധമുണ്ടായിരിക്കുമ്പോൾ അവരിൽ ഒരാളെ പുരുഷനായി സങ്കല്പിക്കുന്ന പക്ഷം അവർ തമ്മിൽ വിവാഹം നടത്താമോ എന്ന് നോക്കണമെന്നും നടത്തിക്കൂടാ എങ്കിൽ ആ രണ്ടു പേരെയും ഒരേ അവസരത്തിൽ ഒരാൾക്ക് വിവാഹബന്ധത്തിൽ വെച്ചുകൂടാ എന്നും വിവാഹം നിഷിദ്ധമാകും എന്നുമാണ്. പക്ഷേ ഭാര്യ മരിച്ചതിന് ശേഷം അവളുടെ സഹോദരിയെ വിവാഹം ചെയ്യുന്നതിന് വിരോധമില്ല എന്നും തിരിച്ചറിയേണ്ടതാണ്. അതിനാൽ ഭാര്യയുടെ സഹോദരിമാരും അവളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരിമാരും എന്നേക്കും വിവാഹബന്ധം നിഷിദ്ധമായവർ അല്ല. അതിനാൽ അവർ മഹറമാവില്ല. ആയതിനാൽ ഒരു പുരുഷന് അവരുമായി ഒറ്റക്കാകാനോ മഹറമുകളെപ്പോലെ അവരോട് ഇടപഴകുവാനോ പാടുള്ളതല്ല എന്ന് ചുരുക്കം. ഒരു കടങ്കഥ പറയാറുണ്ട്. തൊട്ടാൽ ഒളു മുറിയുന്നവരൊക്കെ വിവാഹം കഴിക്കാമെന്നാണ് നിയമം. എന്നാൽ ചില സ്ത്രീകളെ തൊട്ടാൽ ഒളു മുറിയും, പക്ഷേ വിവാഹം കഴിക്കാൻ പാടില്ല. ഏതൊക്കെയാണ് ഈ സ്ത്രീകൾ? അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് മുകളിൽ പറഞ്ഞത്. ഇനി പ്രത്യേകം നോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു. പുരുഷന്മാരുടെ മഹറം എന്നതിൽ മാതൃ സഹോദരിമാരുടെ അഥവാ ഇളയമ മൂത്തമ്മമാരുടെ പെൺമക്കൾ ഇല്ല. അതുപോലെ പിതൃ സഹോദരന്മാരുടെ അഥവാ എളാപ്പ മൂത്താപ്പയുടെയോ പെൺമക്കൾ ഇല്ല. മാതൃ സഹോദരന്മാരുടെയോ പിതൃ സഹോദരിമാരുടെയോ അഥവാ അമ്മാവന്മാരുടെയോ അമ്മായിമാരുടെയോ പെൺമക്കൾ ഇല്ല. സഹോദരന്മാരുടെ ഭാര്യമാർ ഇല്ല. ഭാര്യയുടെ സഹോദരിമാരും ഇല്ല. അതേ പ്രകാരം മാതൃ സഹോദരൻ്റെ ഭാര്യ അഥവാ അമ്മോൻ്റെ അഥവാ അമ്മാവൻ്റെ അമ്മായി ഇല്ല ഭാര്യ എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇവരെല്ലാം പുരുഷന് അന്യ സ്ത്രീകൾ തന്നെയാണ്. ഇവരോട് മഹറമുകളെപ്പോലെ അടുത്ത് ഇടപഴകുന്നതിനോ ഇവരോടൊപ്പം ഒറ്റക്കാകുന്നതിനോ പാടുള്ളതല്ല എന്ന് ചുരുക്കം. നല്ലത് നല്ലതായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ജഗന്നിയന്താവായ രാജസയ്യിദായ തമ്പുരാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.